നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ മരണം ഉയർത്തിവിടുന്ന നിരവധി ചോദ്യങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇത്രയും കാലം ഒരു കടവുമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മരണം IT പരിശോധന നടത്തുന്നതിനിടയിലാണ് എന്നുള്ളത് ഏറെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി IT അവിടെ റെയ്ഡ് നടത്തി വരികയാണ്. ആ റെയ്ഡിൽ എന്താണ് സംഭവിച്ചത്, ആ റെയ്ഡിൽ എന്തുകൊണ്ടാണ് റെയ്ഡിന്റെ അവസാനം അദ്ദേഹം മരണപ്പെട്ടത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നതിന്റെ സൂചനകൾ ചിലപ്പോഴെങ്കിലും ചിലരോടൊക്കെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. പക്ഷേ സഹോദരനെ കാണണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് സഹോദരനും പറയുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ചില ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ്. പിഴയടച്ച് രക്ഷപ്പെടാവുന്ന ഒരു ക്രൈം മാത്രമാണ് നികുതി വെട്ടിപ്പ് എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കോടതികളിലേക്ക് പോകാം. സുപ്രീം കോടതി വരെ നീളുന്ന നിയമപരമായ മാർഗങ്ങൾ അത് നിലനിൽക്കുകയാണ്. ഇനി അഥവാ സുപ്രീം കോടതിയിൽ ആ കേസിൽ പരാജയപ്പെട്ടു പോയാൽ പോലും 25% പിഴയടച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഈ രാജ്യത്തുള്ളപ്പോൾ എന്തുകൊണ്ടാണ് സി.ജെ. റോയ് മരണമെന്ന വഴി തിരഞ്ഞെടുത്തതെന്ന ചോദ്യം പ്രസക്തമാകും. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതാണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $2 ലക്ഷം ഒക്കെ വിലയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കൗൺസിൽ സ്ഥാനം, ആ കോൺസൽ ജനറൽ സ്ഥാനം വലിയ വലിയ പണക്കാരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കൗൺസിൽ സ്ഥാനം ഈ സി.ജെ. റോയ്ക്കും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി വേണ്ടവരാണ് ഇത്തരത്തിലുള്ള പണം നൽകി ഇത്തരത്തിലുള്ള കോൺസൽ സ്ഥാനങ്ങൾ വാങ്ങി വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എയർപോർട്ടിലെത്തിയാൽ അവരുടെ അവിടെ എയർപോർട്ടിലുള്ള ഫ്രിസ്കിങ് ആൻഡ് ചെക്കിംഗ് ഒക്കെ ഒഴിവാക്കാനായി കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, നമുക്കറിയാലോ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കേരളത്തിൽ സ്വർണം വന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് വേണ്ടവരും അത്തരത്തിൽ ചെക്കിംഗ് ഒന്നുമില്ലാതെ പുറത്തു വരേണ്ടവരുമൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊരു കൗൺസിൽ ജനറൽ സ്ഥാനം വില കൊടുത്ത് സി.ജെ. റോയും വാങ്ങിച്ചിരുന്നു എന്ന് തന്നെയാണ്. അതായത് സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ കേരള കർണാടക കൗൺസിൽ ജനറൽ ആയിരുന്നു അന്തരിച്ച സി.ജെ. റോയ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവിയുടെ ആവശ്യം എന്ന ചിന്ത സ്വാഭാവികമായില്ലേ? അദ്ദേഹമൊക്കെ വലിയ ബിസിനസ്സുകാരാണ്, അവരൊക്കെ ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്തു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി വന്നാൽ ഡിപ്ലോമാറ്റിക് പരിരക്ഷയുടെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ ചെക്കിംഗ് ഇല്ലാതെ വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോലും ഒക്കെ പോകുമ്പോൾ നമ്മളൊക്കെ കൊണ്ടുവരരുത്, എന്തെങ്കിലും സാധനം കൊണ്ടുപോകരുതെന്ന് പറയാതെ കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്, സാധാരണ അങ്ങനെയല്ലേ, ഒരു നിയമമില്ലേ? അപ്പോൾ തങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഒരു തരത്തിലും അത് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പരിരക്ഷയൊക്കെ നേടുന്നത്. അപ്പോൾ ഇത്രയും കാലം സി.ജെ. റോയ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വലിയ ഇമേജ്, ആ ഇമേജിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും അദ്ദേഹം ചെയ്തിരുന്നു എന്ന് സ്വാഭാവികമായി സംശയം ഉണ്ടാവില്ലേ? മാത്രമല്ല, പെനാൽറ്റി അടച്ച് രക്ഷപ്പെടാവുന്ന IT കേസുകളെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളൂ. അപ്പോൾ അങ്ങനെ സി.ജെ. റോയ് അത്രമാത്രം അതിനെ ഭയക്കേണ്ട, സമ്മർദ്ദപ്പെടേണ്ട സാഹചര്യം എന്തായിരുന്നു? ഗോകുലം ഗോപാലിനൊക്കെ കോടികൾ കൊടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗോകുലം ഗോപാലിനൊക്കെ രക്ഷപ്പെട്ടപ്പോഴും സി.ജെ. റോയ് ആ വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴി തേടാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇന്റർനാഷണൽ ഫണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്ന ഇന്റർനാഷണൽ ഫണ്ട് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ഫണ്ടുകളൊക്കെ വന്നിരുന്നുവെങ്കിൽ ആ ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഏത് തരത്തിലുള്ള കൈകാര്യം ചെയ്തിരുന്ന ഫണ്ടുകൾക്ക് സോഴ്സ് കാണിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം ഒരു പക്ഷേ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെ IT ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തി ഇപ്പോൾ ഉള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കാനോ ഒക്കെയുള്ള ശ്രമമാണോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കൃത്യമായ രേഖകൾ ചോദിച്ചപ്പോൾ പല രേഖകൾക്ക് മറുപടി ഇല്ലായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില രേഖകൾക്ക് ഇപ്പോൾ മറുപടി തരാമെന്ന് പറഞ്ഞ് റൂമിൽ കയറി കുറ്റിയിട്ട ശേഷം അദ്ദേഹം സ്വയം മരിക്കാനുള്ള വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ചില ലോക്കറുകൾ അടക്കമുള്ളവ, ആ ലോക്കറുകൾ തുറക്കാനുള്ള അല്ലെങ്കിൽ ആ ലോക്കറുകൾ തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കമൊന്നും ഉണ്ടായില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ലോക്കറുകൾ തുറക്കാൻ പറഞ്ഞപ്പോൾ ലോക്കറുകൾ തുറക്കാൻ വിസമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. സാധാരണഗതിയിൽ പണത്തിന്
പിഴയടച്ച് രക്ഷപ്പെടേണ്ട സാഹചര്യത്തിൽ മരണം കൈവരിക്കുമ്പോൾ ആ സ്വാഭാവികമായ സംശയം, ജനങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയം ബലപ്പെടുകയാണ്. ഇതിന് കാരണം കണ്ടെത്തേണ്ടതും ഈ കൗൺസിൽ സ്ഥാനം കൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സ്ലോവാക്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ എന്തൊക്കെയാണ് ഇനി അറിയാൻ സാധിക്കുന്നത്, അതിന് ഉത്തരം പറയേണ്ട IT ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചോദിച്ചപ്പോഴാണ് സമ്മർദ്ദം ഉണ്ടായത് എന്ന് IT ഡിപ്പാർട്ട്മെന്റ് ആണ് പറയേണ്ടത്. ഏതായാലും തുടർന്നുള്ള അന്വേഷണങ്ങളിൽ ഈ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയാണുള്ളത്. ദുരൂഹ ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് 100% ശരിയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ BJPക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയാൽ അടിക്കാൻ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ IT ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ വേറെ വേറെ വിങ്ങലാണ്. അവരത് ചെയ്യുമ്പോൾ അതിനെ BJP സർക്കാരിനെ കുറ്റപ്പെടുത്താനും മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാനും ശ്രമിക്കുന്നത് ശരിയല്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഈ സിനിമ വ്യവസായത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ബിസിനസ്സുകാരൻ പെട്ടെന്ന് സിനിമയിലേക്ക് ഇറങ്ങിയതിന്റെ സാഹചര്യം എന്താണ്? ഇപ്പോൾ പുതിയ സിനിമ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സിനിമാ രംഗത്തൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിനപ്പുറത്തേക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടോ ഒക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ലോക്കർ തുറക്കാൻ പേടിച്ചത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ പരിധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ അതിനെ BJPയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. അതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും ഉദ്യോഗസ്ഥർ കൃത്യമായ വിവരങ്ങൾ പുറത്തു പറയുമ്പോൾ മാത്രമേ എന്തൊക്കെയായിരുന്നു ഈ ദുരൂഹ ഇടപാടിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ.